ഹായ്, ടൈമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം. സമാധാനത്തിന് സംഭാവന അർപ്പിച്ചവരുടെ കണ്ടെത്താനും അവർക്ക് പ്രൈസ് നൽകാനുമുള്ള ഒരു സമ്മേളനം നടക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. അതിൽ സമാധാനത്തിന് കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സമാധാനത്തിന് സംഭാവന അർപ്പിച്ച ആളുകൾ അവരുടെ അനുഭവം വിശദീകരിക്കുകയാണ്. അങ്ങനെ അതിൽ കൂട്ടത്തിൽ 2 വനിതകളും ഒരു പുരുഷന്മാരും വേദിയിലെത്തി. അതിൽ ഒരു വനിത ആണ് സംസാരിക്കുന്നത്. ആ വനിത പറയുകയാണ്, ഈ പുരുഷൻ എൻ്റെ ഭർത്താവാണ്, കൂടെയുള്ള മറ്റ് വനിതയുടെയും ഭർത്താവാണ്. ഞങ്ങൾ 2 വനിതകളും 2 വ്യത്യസ്ത രാഷ്ട്രത്തിലെ ശത്രുക്കളായി ഒരുപാട് കാലം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരാണ്. ഞാൻ ഭരണരംഗത്ത് ഉള്ള സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയുടെ മകളാണ്. ഞാനാണ് ഈ മനുഷ്യനെ കണ്ടെത്തി എൻ്റെ ഭർത്താവായി സ്വീകരിച്ചത്. ഇദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. നമുക്ക് ഈ 2 രാജ്യങ്ങളും സമാധാനത്തിലെത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഇദ്ദേഹം വളരെ സമ്പന്നനും സാങ്കേതികമായിട്ട് ഒരുപാട് പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇദ്ദേഹം മറ്റു രാഷ്ട്രത്തിലെ ഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ വനിതയെ വിവാഹം ചെയ്തത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ 3 പേരുടെ സഹകരണത്തോടെ 2 രാജ്യങ്ങളിലുള്ള ഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാഹ ബന്ധങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ വികസിച്ചു. ഈ കുടുംബങ്ങളൊക്കെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് അകലെയുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ സഹായത്താൽ താമസിക്കാനുള്ള ഏർപ്പാടാക്കി. അങ്ങനെ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കാം. അതിന് ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം ഒരു പ്രത്യേക ദിവസം യുദ്ധം ചെയ്യുകയാണെങ്കിൽ അന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ട ആളുകൾ ഒരു അജ്ഞാത കാരണത്താൽ മരിച്ചു വീഴും. എന്താണ് കാരണമെന്ന് അങ്ങനെ ഒരു സന്ദേശം 2 രാജ്യങ്ങളിലെ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറി. അങ്ങനെ ആ ദിവസം ഇതിൽ ഏർപ്പെട്ട ആളുകൾ മരിച്ചു. ഏർപ്പെടാത്ത ആളുകൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഇത് പിന്നീട് ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു ദിവസത്തിൽ ഇതേപോലെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നാശം സംഭവിക്കും എന്ന് സന്ദേശം നൽകി. ആ പ്രത്യേക ദിവസം കൂടുതൽ ആളുകളും ഇത് അംഗീകരിച്ചു. കുറച്ചാളുകൾ അംഗീകരിച്ചില്ല. അംഗീകരിച്ചാത്ത ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലനം കണ്ടു. പിന്നെ മാസങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക ഡേറ്റും സമയം തീരുമാനിച്ചു. അതിനുശേഷം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും ഭരണകേന്ദ്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മരിക്കും എന്ന ഒരു സന്ദേശമാണ് കൈമാറിയത്. അങ്ങനെ ആ പ്രത്യേക ദിവസം വന്നു. ഈ 2 രാജ്യങ്ങൾ കുടുംബാംഗങ്ങൾ ഭരണ സ്ഥിരാകേന്ദ്രം സ്വാധീനം ചെലുത്തി യുദ്ധത്തിൽ ഏർപ്പെടുകയെന്ന് താഴ്മയോട് അപേക്ഷിച്ചു. അങ്ങനെ ആ പ്രത്യേക ദിവസം എത്തിയപ്പോൾ 2 രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇനി യുദ്ധം നടക്കില്ല, നടന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. അങ്ങനെ 2 രാഷ്ട്രങ്ങളുടെ സമാധാനം ഈ 3 വ്യക്തികളുടെ കാരണത്താൽ സമ്പന്നം സാങ്കേതിക രംഗത്ത് പരിജ്ഞാനമുള്ള ഈ 2 വനിതകളെയും ഭർത്താവ് മുഖേനുള്ള ഈ ആസൂത്രണത്താൽ 2 രാജ്യങ്ങൾ സമാധാനം ഒരുക്കാൻ സാധിച്ചു. ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ വരാം. താങ്ക്സ് ഓൾ.